ഒരു ഇവന്റ് നടത്തുമ്പോൾ ടിക്കറ്റ് എങ്ങനെ സ്കാൻ ചെയ്യുന്നതെന്ന് കാണണോ? എന്നാൽ കാണിച്ചു തരാം. എൻ്റെ കയ്യിൽ ഒരു ഫോണുണ്ട്. ഇത് മെമ്പർ ഇവന്റിന് വേണ്ടിയിട്ട് ടിക്കറ്റ് ആൾറെഡി ബുക്ക് ചെയ്ത് വെച്ചേക്കുവാണ്. അതായത് ഈ ഇവന്റിന് അവർ 2 പേര് വരുന്നുണ്ടെന്നൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ എന്തുണ്ട്? ഒരു QR കോഡ് ഉണ്ട്. അപ്പോൾ ഈ QR കോഡ് നിങ്ങൾക്ക് ഇമെയിലിലും കിട്ടുന്നതാണ്. ഇതും കൊണ്ട് വേണം നമ്മൾ ഇവന്റ് നടക്കുന്ന വെന്യൂലോട്ട് പോകാൻ. ഇനി എൻ്റെ കയ്യിൽ വേറൊരു ഫോണുണ്ട്. ഈ ഫോൺ വെച്ചിട്ട് വേണം നമ്മൾ ആ ടിക്കറ്റ് സ്കാൻ ചെയ്യാൻ. അതായത് ഒരെണ്ണം മെമ്പറിൻ്റെയും ഒരെണ്ണം സ്കാൻ ചെയ്യുന്ന ആളുടെയും ഫോണാണ്. അപ്പോൾ ഇതുപോലൊരു ഫോൺ ഉണ്ടായാൽ മതി, നമുക്ക് സ്കാൻ ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് കാണാം. സ്കാൻ ചെയ്യേണ്ട ആൾക്ക് ഇവിടെ ഇതുപോലൊരു QR കോഡിൻ്റെ പടം വരും, കണ്ടോ? ആ QR കോഡിൻ്റെ അതിൽ ടച്ച് ചെയ്ത് കഴിയുമ്പോൾ ഒന്ന് ടച്ച് ചെയ്യുക. ടച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ക്യാമറ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ റെഫറൻസ് നമ്പർ നമുക്ക് എൻ്റർ ചെയ്തും ചെയ്യാൻ പറ്റും. അതായത് ഇവിടുത്തെ ഒരു ടിക്കറ്റിൽ കണ്ടു കഴിഞ്ഞാൽ കണ്ടോ റെഫറൻസ് കോഡുണ്ട്. ഇനി ആ റെഫറൻസ് കോഡ് നമുക്ക് ഇവിടെ എൻ്റർ ചെയ്തായാലും നമുക്ക് ആ ടിക്കറ്റ് എടുക്കാൻ പറ്റും. അതല്ല, ഈ ക്യാമറ നമുക്ക് ഇതുപോലെ ആ ടിക്കറ്റിൻ്റെ നേരെ പിടിച്ച് കഴിയുമ്പോൾ ഇതുപോലെ അത് സ്കാനാകും. സ്കാനായി കഴിയുമ്പോൾ ഇവിടെ കാണിച്ചു തരും എത്ര അഡൾട്ട് ഉണ്ട്, എത്ര ചിൽഡ്രൻ ഉണ്ട്, അതിൽ എത്ര പേര് അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ആരെയും നമ്മൾ അഡ്മിറ്റ് ചെയ്തിട്ടില്ല, അതായത് ചെക്ക് ഇൻ ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ഇത് എത്ര തവണ സ്കാൻ ആയി എന്നുള്ളതും കാണിച്ചു തരും. ഇപ്പോൾ ഞാനിവിടെ നേരത്തെ ഒന്ന് സ്കാൻ ചെയ്തായിരുന്നു, അതുകൊണ്ടാണ് 2 തവണ കാണിക്കുന്നത്. ഇപ്പോൾ ഇവിടെ കണ്ടോ ഇത്രയും പേരാണ് ഉണ്ടെന്നുള്ളത് നമുക്കിവിടെ കാണിച്ചു തരും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ അജി എന്ന് പറയുന്ന ആൾ ആൾറെഡി വന്നു, അയാളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. മറ്റ് 3 പേരും വന്നിട്ടില്ല എന്ന് വെക്കുക. ഓക്കെ, സോ ഞാൻ ഇവരെ ചെക്ക് ഇൻ ചെയ്യുകയാണ്. ചെക്ക് ഇൻ ചെയ്തു, അതിനർത്ഥം ഇയാൾ അകത്ത് കയറി പോയി എന്നുള്ളതാണ്. ഓക്കെ, പിന്നീടാണ് മറ്റുള്ളവർ വരുന്നതെന്ന് വെക്കുക. സോ നമ്മളത് വീണ്ടും അന്നും കൂടെ സ്കാൻ ചെയ്യുകയാണ്. സ്കാൻ ചെയ്യുമ്പോൾ ഇവിടെ ആൾറെഡി കാണിച്ചു തരും. ഇത് കണ്ടോ 1/4, അതായത് 4 പേരിൽ ഒരാൾ അകത്ത് പോയി. ആരാണ് അകത്ത് പോയിരിക്കുന്നത്? അജി എന്ന് പറയുന്ന ആൾ ആൾറെഡി ചെക്ക് ഇൻ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇത്രയും പേരുണ്ട്. അപ്പോൾ നമ്മൾ ഇവർ 3 പേരും കൂടെ ഒരുമിച്ചാണ് വന്നതെന്ന് വെക്കുക. സോ നമ്മൾ അവരെ ചെക്ക് ഇൻ ചെയ്തു. ഓക്കെ, ഇനി വീണ്ടും നമ്മൾ ഈ ടിക്കറ്റ് സ്കാൻ ചെയ്യണം. വീണ്ടും അവരിതും കൊണ്ടുവരികയാണ്, അല്ലെങ്കിൽ മറ്റൊരാൾ കൊണ്ടുവന്നു ഉണ്ടെങ്കിൽ ഇവിടെ കാണിച്ചു തരും 4/4, അതായത് 4 പേരും അഡ്മിറ്റായി. ഈ 4 പേരുമാണത്, അതായത് ഗ്രീൻ കളറിൽ കാണുന്നു, അവർ ആൾറെഡി പോയി. കണ്ടോ, ഇത് ഇത്ര തവണ സ്കാൻ ആയി എന്നുള്ള ഡീറ്റെയിൽസ് ഇവിടെ കാണിച്ചു തരും. ഓക്കെ, ഇങ്ങനെയാണ് ഇവന്റിന്റെ സ്കാനിങ് നടത്തുന്നത്. ഇനി നമ്മുടെ ഇവന്റിന്റെ ഡാഷ്ബോർഡിൽ പോയി നോക്കിയാൽ ഇവിടെ കാണാൻ പറ്റും അജി എന്ന് പറയുന്ന ആളല്ലേ, ടിക്ക് മാർക്ക് വന്നിരിക്കുന്നുണ്ടോ? അത് ആരൊക്കെ കയറിപ്പോയി എന്നുള്ളതിന്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, ഇങ്ങനെ ഗ്രീൻ കളറിൽ വന്നു കഴിഞ്ഞാൽ അതിന്റെ മീനിങ് എന്താണ്? അവർ ആൾറെഡി സ്കാൻ ചെയ്ത് പോയിട്ടുണ്ടെന്ന് ഈ സിസ്റ്റത്തിൽ കാണാൻ പറ്റും. ഇത്തരത്തിലുള്ള ഒരു വെബ്സൈറ്റ് നിങ്ങളുടെ അസോസിയേഷൻ ആവശ്യമുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങളുടെ അസോസിയേഷനിലുള്ളവർക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കാൻ മറക്കരുതേ. പിന്നീട് നോക്കിയാൽ ഈ വീഡിയോ കാണുന്നില്ല, അതുകൊണ്ട് ഇപ്പം തന്നെ സേവ് ചെയ്തോണം കേട്ടോ.